ഹായ് നമസ്കാരം. കളങ്കാവലിൻ്റെ കളക്ഷൻ റിപ്പോർട്ടാണ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കളങ്കാവൽ എന്ന സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 25 ദിവസത്തോട് അടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ 23 ദിവസമാണ് ഇന്നത്തേക്ക് ആയിട്ടുള്ളത്. 24ാമത്തെ ദിവസം, നാളെ 25ഒക്കെ ആയിരിക്കാം. ഏതായാലും ഇപ്പോഴും 150-150ഓളം സെൻറ്ററുകളിൽ ചിത്രം കളിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. മാത്രമല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ആളുകൾ സിനിമയ്ക്ക് വരുന്നുമുണ്ട്. കുറച്ചും കൂടി തിയേറ്ററുകളൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുമായിരുന്നെങ്കിൽ വളരെയധികം മെച്ചം ഈ സിനിമയ്ക്ക് ഉണ്ടാകുമായിരുന്നു. അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ ചിത്രം റിലീസ് ചെയ്തിരുന്നെങ്കിൽ കറക്റ്റായിട്ട് 100 കോടി ക്ലബിലേക്ക് ഈ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷനിൽ മാത്രം കടന്നെത്തുമായിരുന്നു. പക്ഷേ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 100 കോടി ക്ലബിലൊന്നും വലിയ താല്പര്യമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇതാണ് അല്പമെങ്കിലും ഒന്ന് മമ്മൂട്ടി കമ്പനി കാര്യമായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടുള്ള സിനിമ. ഇത്ര നാൾ മിക്ക സിനിമകളും പൊതുജനങ്ങളുടെ അഭിപ്രായ പ്രകാരം അല്ലെങ്കിൽ സിനിമ കണ്ട വ്യക്തികൾ ഈ പറയുന്ന റിവ്യൂവേഴ്സിൻ്റെയൊക്കെ അഭിപ്രായം കൊണ്ടൊക്കെയാണ് പലപ്പോഴും ആളുകൾ കയറിയിരുന്നത്. വലിയ രീതിയിലുള്ള പൈസ മുടക്കൊന്നും ഈ സിനിമകൾക്ക് വേണ്ടി പ്രൊഡക്ഷൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അതിനുശേഷം നടക്കുന്ന പബ്ലിസിറ്റിയുടെ കാര്യത്തിലൊന്നും ഈ പറഞ്ഞ മമ്മൂട്ടി കമ്പനി ചിലവാക്കാറില്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണം മറ്റുള്ള ആളുകളുടെ സിനിമകളൊക്കെ റിലീസാകുമ്പോൾ നമുക്കറിയാം, ആദ്യത്തെ പേജിൽ തന്നെ ഫുൾ പേജ് പരസ്യമൊക്കെയാണ് മിക്ക സിനിമകളും വരാറ്. ഇദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് വേണ്ടി അങ്ങനെ വലിയ പരസ്യങ്ങളൊന്നും ചിലപ്പോൾ ഒരു ചെറിയൊരു കോളത്തിൽ പരസ്യം കണ്ടാലായി. മനോരമയിലൊന്നും ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഈ കളങ്കാവൽ എന്ന സിനിമയുടെ പരസ്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. മനോരമ പത്രത്തിലും ദീപികയിലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ മറ്റുള്ള പത്രങ്ങളിൽ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും തൃശ്ശൂർ ജില്ലയിലെ പത്രത്തിലൊന്നും ഞാൻ കണ്ടില്ല. സാധാരണ മറ്റുള്ള സിനിമകളൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ വരാറുണ്ട്. പക്ഷേ ഇവിടെ ഇതൊന്നുമില്ലാതെ പോലും ചിത്രത്തിന് ആളുകൾ കയറി. അതൊരു നെഗറ്റീവ് ഇമേജുള്ളൊരു ക്യാരക്ടറായിട്ടാണ് അദ്ദേഹം വരുന്നത്. വില്ലനായിട്ടാണ് മമ്മൂക്ക വരുന്നത്. ഒരു പരീക്ഷണ ചിത്രമാണ്. ഒരു പരീക്ഷണ ചിത്രം എന്ന നിലയിൽ അതിൻ്റെ ബഡ്ജറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ ചിത്രം സൂപ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ 83 കോടിക്കടുത്തുള്ളൊരു തുകയാണ് സിനിമ ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. വെറും 20 ദിവസങ്ങൾ കൊണ്ടാണ് ഈ നേട്ടം ഈ ചിത്രം കൈവരിച്ചിരിക്കുന്നത്. അത് വലിയ നേട്ടം തന്നെയാണ്, ചെറിയൊരു കാര്യമൊന്നുമല്ല. കളങ്കാവിൽ 83 കോടിക്കടുത്തുള്ള ഒരു തുക, ചെറിയൊരു നിസ്സാര തുകയാണ് വ്യത്യാസമുള്ള 52.9 അല്ലെങ്കിൽ 98 എന്നൊക്കെ പറയുന്ന ഒരു തുകയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ 83 തന്നെ നമുക്ക് കരുതാം. ഏതായാലും ഈ ചിത്രത്തിന് എങ്ങനെ പോലും 20 കോടിക്ക് താഴെയേ ബഡ്ജറ്റ് വരികയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ചിത്രം വലിയൊരു വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത്. വിനായകൻ്റെ നായക കഥാപാത്രവും മമ്മൂക്കയുടെ വില്ലൻ കഥാപാത്രവും തമ്മിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു ഏറ്റുമുട്ടലുകളും വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ശൈലിയും ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തത് കൊണ്ട് തന്നെ അതൊരു പരീക്ഷണമായിട്ട്, ആ പരീക്ഷണം വിജയിച്ചതിൻ്റെ സന്തോഷത്തിലാണ് മമ്മൂക്ക ഇപ്പോൾ ഉള്ളത്. അതിനേക്കാൾ വലുതൊന്നുമല്ല അദ്ദേഹത്തിന് 100 കോടി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു പക്ഷേ ഫാൻസ് അസോസിയേഷൻ്റെ ഒരു പിന്തുണ കൂടി ഈ ചിത്രത്തിന് കിട്ടുകയായിരുന്നെങ്കിൽ, ഫാൻസ് വരുന്നില്ല എന്നല്ല പറഞ്ഞത്, മോഹൻലാലിൻ്റെ ഫാൻസിനെ പോലെ ഈ സിനിമയ്ക്ക് അധികം ആളുകൾ കയറുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു തവണയെങ്കിലും കണ്ടവരുണ്ടോ സംശയമാണ് ഫാൻസിൽ. ഓക്കെ.